ഇവളെ എനിക്ക് ഭയങ്കര ഡീപ്പായിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവളുടെ മൈൻഡിൽ എന്തൊക്കെ ചിന്തകളാണ് പോകുന്നത് എന്നൊക്കെ എനിക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. നിന്റെ അത്രയും ഡീപ്പായിട്ട് എനിക്ക് ഇതുവരെ അങ്ങോട്ടേക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ ഗബ്രി റസ്മിനെ കുറിച്ച് ശ്രീതുവിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ മൈൻഡ് എനിക്ക് അത്രത്തോളം റീഡ് ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ ആ സമയത്ത് റസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ റീഡ് ചെയ്യണമെങ്കിൽ ഒരു കണക്ഷൻ വേണം. ആ കണക്ഷൻ ജാസ്മിനും ഗബ്രിയും തമ്മിലുണ്ട്, ഗബ്രിയും അതുപോലെ തന്നെ റസ്മിനും തമ്മിലുണ്ട്. ഇനിയിപ്പോൾ ഗബ്രി അങ്ങനെ ഒരു കണക്ഷൻ ശ്രീതുവായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശ്രീതു ആണെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ, അതായത് ഒരു ലൈൻ വലിക്കാനായിട്ടൊട്ട് നിന്നു കൊടുക്കുന്നില്ല. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഡയലോഗ് അടിക്കുന്നുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്ത് ഒരു സിസ്റ്റവും ഇല്ല, എല്ലാം ഇംപെർഫെക്റ്റ് ആണ്. എനിക്ക് പക്ഷേ ശ്രീതുവായിട്ട് ആ കണക്ഷൻ ഇല്ലെങ്കിലും ശ്രീതു മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അന്ന് ഞാൻ ആ ബാത്റൂമിൻ്റെ അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നീ അവിടെ വന്ന് നിന്നല്ലോ. അപ്പോൾ എനിക്കങ്ങനെ കുറേ മെമ്മറീസൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ട്. അതായത് ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ നമ്മുടെ ഗബ്രി പ്രത്യേക സമയം കണ്ടെത്തി ശ്രീധുവിൻ്റെ അടുത്ത് പോയിട്ട് വളരെ സീരിയസ് ആയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കാണാനിടയായി. ഈ കാള വാല് പൊക്കുമ്പോൾ എന്തിനാണെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെയാണ് ഈ ഗബ്രിയുടെ ഈ പ്രവൃത്തികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നിൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട് മോനെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ.